ജൂഡ് ആന്റണി ജോസഫിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം അനൂപ് സത്യൻ്റെ കൂടെ സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്യുന്നു. ഇതിനെല്ലാത്തിനും ശേഷം ഇനി അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്ന 7 സംവിധായകരോടൊപ്പം സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള ലിസ്റ്റ് ഉൾപ്പെടെ ലാലേട്ടൻ പുറത്തു വിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു, ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പോസ്റ്റ് ഇതാണ്: എക്സൈറ്റിംഗ് സ്റ്റോറീസ്, exciting journeys and some very special filmmakers. Here's a glimpse of my 7 upcoming projects with 1. വിഷ്ണു മോഹൻ. വിഷ്ണു മോഹനുമായിട്ടുള്ള ചിത്രം L367 എന്നാണ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഗോകുലം ഗോപാലാണ് ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ് സത്യൻ, അതാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ബിനു ജോർജ് അലക്സാണ്ടർ ഉൾപ്പെടെ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമാവുന്നുണ്ട്, അലോങ് വിത്ത് ആശീർവാദ് സിനിമാസ്. 3. പ്രിയദർശൻ. പ്രിയദർശനുമായിട്ടുള്ള സിനിമയിലും ഇതേ ബിനു ജോർജ് അലക്സാണ്ടർ തന്നെ കോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, പ്രിയദർശനും മോഹൻലാലും കൂടെ ചെയ്യുന്ന ആദ്യത്തെ സിനിമയിൽ, പ്രിയദർശൻ്റെ ആദ്യത്തെ സിനിമയുടെ സംവിധാനം ചെയ്തപ്പോൾ മോഹൻലാലായിരുന്നു നായകൻ. ഇതാ 100ാമത്തെ സിനിമ, പ്രിയദർശൻ്റെ 100ാമത്തെ സിനിമയാണ് ഇത് എന്നുള്ളത് മനസ്സിലാവുന്നു. ഹൈവാനിൽ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് കൂടിയുണ്ട്. ഹൈവാൻ്റെ ടീസർ പുറത്തു വന്നിരുന്നു. അക്ഷയ് കുമാറാണ് വില്ലൻ, സെയ്ഫ് അലി ഖാനാണ് ഒപ്പത്തിൽ ലാലേട്ടൻ ചെയ്ത കഥാപാത്രം. സെയ്ഫ് അലി ഖാനാണ് അവിടെ പോയി ചെയ്യുന്നത്. ലാലേട്ടൻ്റെ ക്യാമിയോ എന്താകുമെന്നുള്ളത് വലിയ എക്സ്പെക്റ്റേഷൻസോടെ വെയിറ്റ് ചെയ്യണം. ആൻഡ് ഹൈവാൻ ടീസർ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി മാറി. അവിടെ ബോളിവുഡിൽ ഭയങ്കര ട്രെൻഡിങ്ങും ഭയങ്കര സംസാര വിഷയമൊക്കെ ആയിട്ട് മാറി. പിന്നുള്ളത് ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തനുമായിട്ടുള്ള സിനിമയുടെ അനൗൺസ്മെൻറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഷിബു ബേബി ജോൺ ആണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. സത്യനന്ദിക്കാടുമായിട്ടുള്ള വീണ്ടും ഒരു സിനിമ വരുന്നു എന്നുള്ളത് ലാലേട്ടൻ ഈ അനൗൺസ്മെൻറ്റിലൂടെ വ്യക്തമാവുന്നു. ഹൃദയപൂർവ്വത്തിന് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ വരുന്നു, എവർഗ്രീൻ കോംബോ. പിന്നെയുള്ളത് ജൂഡ് ആന്റണി ജോസഫ്. ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൻ്റെ സമയം തന്നെ ഇങ്ങനൊരു ഡീല് ഇവർ തമ്മിലുണ്ടായിരുന്നു. ആ ഡീലിലേക്ക് വീണ്ടും 1 സ്റ്റെപ്പ് ക്ലോസർ. ആ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റും കൂടി ലാലേട്ടൻ തന്നെയാണ് പുറത്തുവിട്ടത്. ആശീർവാദ് തന്നെയായിരിക്കും ആ സിനിമയുടെയും പ്രൊഡ്യൂസർ. ജീത്തു ജോസഫാണ് അടുത്ത സംവിധായകൻ. ജീത്തു ജോസഫിൻ്റെ ദൃശ്യം 3 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ദൃശ്യം 3ക്ക് 2 അഭിപ്രായങ്ങളൊക്കെ നിന്ന് റാമിൻ്റെ അപ്ഡേറ്റ് ഇതുവരെ ഒരു പിടിയില്ല. റാം എന്താണ് അവസ്ഥ എന്നറിയില്ല. പക്ഷേ ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രതീക്ഷ ഉണർത്തുന്ന, എന്താ പറയുക, ഒരു നല്ല പടമായിരിക്കും എന്നുള്ള വിശ്വാസം എവിടെയൊക്കെയോ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ദൃശ്യം ഫ്രാഞ്ചൈസ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പോലും നേരെ വാസ് അബ്സല്യൂട്ട്ലി ഫാൻറ്റാസ്റ്റിക്. നേരൊക്കെ അടിപൊളിയായിട്ട് തിയേറ്ററിൽ വർക്ക് ചെയ്യ പടമാണ്. 12th മാൻ OTTയിൽ അങ്ങനെ ആയിരുന്നില്ല. 2 അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരു ഗ്യാമ്പിൾ പോലെയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പറ്റീഷൻ. ചിലപ്പോൾ നല്ല എക്സ്ട്രീമിലടിക്കും, ചിലപ്പോൾ ഒരു മിഡിലടിക്കും. എന്നാൽ ഈ 2 അപ്പുറത്തേക്ക് താഴത്തേക്ക് ഈ പടം പോവില്ല എന്നുള്ളതാണ്. പക്ഷേ റാമിൻ്റെ അപ്ഡേറ്റ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒന്നും ലഭിക്കാത്തത് ഒരു വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്യൂസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് എപ്പോഴും സംവിധായകനായ ജീത്തു ജോസഫിനെ കാണുമ്പോൾ അദ്ദേഹം പറയാറുള്ള കാര്യമാണ്. പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഇപ്പോഴും ഒരു ഹോൾട്ടിൽ നിൽക്കുകയാണ്. എന്താകും അതിൻ്റെ സിറ്റുവേഷൻ എന്നത് സംബന്ധിച്ചും ഒരു ധാരണയില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതായത് പാർട്ട് 1ഉം 2ഉം കൂടി ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ കിട്ടിയൊരു പണിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ പാർട്ട് 1 മാത്രം ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റാം പാർട്ട് 1 നമുക്ക് കാണാൻ കഴിഞ്ഞേനെ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സിറ്റുവേഷൻ. അത് അവരുടെ ക്രിയേറ്റീവ് കോളായിരുന്നു. ആ കോൾ എടുത്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് റാം നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഈ 7 സംവിധായകരും ഒപ്പമുള്ള സിനിമകൾ ഉണ്ടെന്ന് മോഹൻലാൽ എങ്ങനെ അനൗൺസ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഓളമുണ്ടായി. അതായത് ഇനി ഒരു 3 വർഷത്തേക്ക് വേറൊരു സംവിധായകരും നോക്കണ്ട എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ബാക്ക് ടു ബാക്ക് പടങ്ങളാണ് ഈ 7 മാസം. ഇനിയിപ്പോൾ അതിനോടൊപ്പം തന്നെ തരുൺ മൂർത്തിയുടെ സിനിമയായ അതിമനോഹർ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ ഉൾപ്പെടെ ഷൂട്ട് നടക്കുന്നു. ഈ വർഷം ഡിസംബറിൽ ചിത്രം റിലീസ് ചെയ്യും. അതിനിടയിൽ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് ജയിലർ വരുന്നു, ഇപ്പോൾ ഖലീഫ വരുന്നു. ഇങ്ങനെ ഈ എന്താ പറയുക, ബാക്ക് ടു ബാക്ക് വർക്ക്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആണ് വരുന്നത്. സോ ഇതിൽ ഭയങ്കരമായ അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ, പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകരുടെ ഭാഗത്തു നിന്ന്. അങ്ങനൊരു സ്ട്രോങ് ലൈനപ്പാണ് ലാലേട്ടൻ ഇനിയുള്ളത്. അത് വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊക്കെ തന്നെ യങ് ടാലൻറ്റഡ് ഫിലിം മേക്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ പ്രിയദർശൻ, സത്യനന്ദിക്കാട് എന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനോടൊപ്പം തന്നെയാണ് ഈ യങ് ടാലൻറ്റഡ് ടീമിനെയും കൂടെ ലാലേട്ടൻ ഈ ലൈനപ്പ് വയ്ക്കുന്നത്. പക്ഷേ കുറച്ച് ആളുകൾക്ക് മുമ്പ് നമുക്ക് ഈ ലൈനപ്പ് കാണാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നില്ല സിറ്റുവേഷൻ. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് 7 സംവിധായകരോടൊപ്പമുള്ള സിനിമ ലാലേട്ടൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.